മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികനിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയ വാർത്ത ഇന്നലെ 24 പുറത്തുവിട്ടത്. കണ്ണൂർ AKG ആശുപത്രിയിലാണ് ഈ നാടകീയമായ സംഭവം ഉണ്ടായത്. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രൻ AKG സഹകരണ ആശുപത്രിയിലേക്ക് എത്തി ICUവിൽ അദ്ദേഹം ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അറ്റൻഡറാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ കൈക്ക് ചലനമുണ്ട് എന്ന്. മറ്റൊരു ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിനെ ആംബുലൻസിൽ കൊണ്ടുവന്ന് മോർച്ചറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കണ്ടെത്തിയത്. എന്തായാലും ഒരു ജീവൻ തിരിച്ചു കിട്ടി. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. അരുൺ പൂപ്പറമ്പ ഈ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അറ്റൻഡർക്ക് കാണാൻ തോന്നിയത് കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു. SK, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നലെ ദിനപത്രങ്ങളിൽ വന്ന ആ ചരമ വാർത്തയിൽ ഈ കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രൻ അന്തരിച്ചു, 67 വയസ്സ്, 10 മണിക്കാണ് സംസ്കാരം എന്നായിരുന്നു ആ ദിനപത്രത്തിലെ ചരമ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നത്. ആ പവിത്രൻ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ AKG ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലുണ്ട്. ആ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അതോടൊപ്പം ഇന്നലെ കണ്ണു തുറന്നിരുന്നു എന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തിരിച്ചുവരവ്, അതായത് മരണത്തിൽ നിന്നൊരു തിരിച്ചുവരവ് ാണ്, രണ്ടാം ജന്മം തന്നെയാണ് പവിത്രന് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് AKG ആശുപത്രിയുടെ അതേ ആ മോർച്ചറിയുടെ തൊട്ട് മുന്നിലാണ്. ഇവിടെ വച്ചാണ് അതായത് അറ്റൻഡർ ജയൻ ഈ കയ്യിൽ അത്തരത്തിലൊരു തുടിപ്പ് കാണുകയും പിന്നീട് കാഷ്വാലിറ്റിയിലേക്ക് പെട്ടെന്ന്, അതായത് രാത്രി 12 മണിയോടെയാണ് സംഭവം, അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ച് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി പവിത്രൻ അങ്ങനെ ഒരു ജീവിതം തിരിച്ചു കിട്ടുകയും ചെയ്തത്. ഇന്നലെ അവസാന തുടിപ്പ് കണ്ടെത്തിയ ആ അറ്റൻഡർ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ജയൻ ആണ്. ആ നിമിഷത്തെ എങ്ങനെയാണ് സത്യത്തിൽ ഓർത്തെടുക്കുന്നത്? ഒരു ജീവിതം അല്ലേ? നമ്മളൊരു ജീവിതത്തിൽ ഒരു കാണാത്തൊരു സംഭവമാണ്. എന്താ പറയുക, അവർ മോർച്ചറിയിൽ വെക്കാൻ കൊണ്ടുവന്ന ബോഡി അനങ്ങുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇത്രയും വർഷമായി 13 വർഷത്തിൻ്റെ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് ഇങ്ങനത്തെ ഒരു സംഭവം. എന്താണ് ശരിക്കും ആ ആംബുലൻസിൽ നിന്ന് മാറ്റുമ്പോൾ, അതായത് ഫ്രീസറിലോട്ട് മാറ്റുന്ന അവസാന നടപടിയായിരുന്നല്ലോ? മാറ്റിയില്ല, വന്ന് ഡോറ് തുറന്ന് വെച്ചിട്ടുള്ളൂ. അതിന് അവർ പേപ്പേഴ്സെല്ലാം റെഡിയാക്കിയാലും മാത്രം ഉള്ളിലേക്ക് കയറ്റും. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തന ഇലക്ട്രീഷ്യൻ അനുവേട്ടനുണ്ടായിരുന്നു. ഓരാണ് ഫസ്റ്റ് എന്നോട് പറഞ്ഞ ചെറിയ അനക്കം. പിന്നെ ഞാനിപ്പോൾ ഓടി ഞാൻ ഓരോട് പറഞ്ഞു അനുവേട്ട അനങ്ങുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അനങ്ങുന്ന പോലെ നമുക്ക് തോന്നിയത്. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു മരിച്ച് കൺഫേം ചെയ്തിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് ചോദിച്ചു. വൈകുന്നേരം 6 മണിക്ക് മരിച്ചെന്ന് കട്ടൻ റേറ്റിൽ തന്നെ അവരെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തുറക്കാൻ പറ്റുന്ന ഡോറാണ്, ഇവിടുന്ന് നേരെ ഡോക്ടറോട് പറയും. അതുകൊണ്ട് നേരെ മുന്നിലേക്ക് കാഷ്വാലിറ്റി കൊണ്ടുപോയി ഡോക്ടറെ പരിശോധിച്ച് നോക്കുമ്പോൾ സാധാരണ 99 കാണിക്കുന്ന സ്പിരിറ്റ് 100 തന്നെ കാണിക്കുന്നുണ്ട്. BP നോർമലാണ്. ആളെ പവിത്രട്ടാന്ന് വിളിച്ച് ഡോക്ടർ തലയിൽ തൊട്ട് ഇതാക്കുമ്പോൾ ആൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ആൾ റിക്കവറായി വരുന്നുണ്ടല്ലേ? നല്ല ഉഷാറുണ്ട്. ഞാൻ രാവിലെ ഇപ്പം പോയി കണ്ടിരുന്നു. ആൾ വലിയ പോയി കണ്ടിരുന്നു, രാവിലെ കണ്ടിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും സ്റ്റേജിൽ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. എന്തായാലും പവിത്രൻ റിക്കവർ ആവുന്നുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അല്ല, ICUവിലാണ് ഇപ്പോൾ തുടരുന്നത്. നേരത്തെ മംഗളൂരുവിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു ചികിത്സ മുന്നോട്ട് പോയത്. ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയും. എന്തായാലും പവിത്രൻ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.